ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വർക്കിന് വേണ്ടി പോകാം. അപ്പോൾ വർക്കിന്ന് ഞങ്ങളുടെ മരപ്പണിയല്ല, പക്ഷേ ഇന്ന് മരപ്പണി പോലെയാണ്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചിടാം. അപ്പോൾ ആ വീടിൻ്റെ മരപ്പണി മൊത്തം നമുക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്താ അവർക്ക് സാധിച്ചില്ല. അവർ വേറെ രീതിയിൽ കൂടെ അവർക്ക് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ നമ്മളും കൂടെ അതിൽ പങ്കാളിത്തം വഹിച്ചു. അപ്പോൾ ആ ഒരു വീഡിയോസാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ആ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, വർക്ക് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ജനൽപ്പാളിയിൽ ഗ്ലാസ് ഫിറ്റ് ചെയ്ത്, അപ്പോൾ ബിനോണ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞങ്ങൾ മരത്തിലേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ റീപ്പറൊക്കെ സ്ക്രൂ കൊടുത്താണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. സംഭവം വേറൊന്നുമല്ല, സ്റ്റീലിൻ്റെ പാളികളാണ്. അതിങ്ങനെ സ്ക്രൂ കൊടുത്തവർ റീപ്പറൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത്, റീപ്പർ എന്ന് പറയുമ്പോൾ അതും സ്റ്റീൽ തന്നെയാണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുൾ അവർ ഈ വീടിൻ്റെ മൊത്തം അവർക്കും സ്റ്റീലാണ് ചെയ്തിട്ടുള്ളത്. വിൻഡോസ് എല്ലാം മരപ്പണിയായിട്ട് ഇവിടെ ഒന്നും മരത്തിലൊരു സംഭവം വെച്ചിട്ടില്ല. ഗ്ലാസ് ചെറുതായിട്ട് ഒന്ന് നീട്ടം കൂടിയിട്ടുണ്ട്, ചെറിയൊരു കോണിപ്പുണ്ട്. ആ ഒരു ഗ്ലാസ്സിന് അത് ഇടയ്ക്ക് ഗ്ലാസ് പൊട്ടി, അത് മാറ്റിയത്. ഇവിടെ ഏകദേശം ഒരു 10-50 പാളി ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യം കരുതി ചെയ്ത കമ്പനിക്കാർ തന്നെ വന്നു ഫിറ്റ് ചെയ്യുക. പിന്നീടാണ് വീട്ടുടമസ്ഥൻ പറഞ്ഞു അവർ വരത്തില്ല, ഞങ്ങൾ തന്നെ വന്നു. കുഴപ്പമില്ല, ഞാൻ വന്ന് നോക്കി പാളി ഫിറ്റ് ചെയ്തിട്ടിരിക്കുന്നത് വന്ന് നോക്കിയപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഞാൻ തന്നെയാണ് ഗ്ലാസിൻ്റെ അളവെടുത്ത് ഞങ്ങൾ ഇന്നിവിടെ പണിക്കായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ പണി വളരെ സിമ്പിളാണ്. ഈ സ്ക്രൂ എന്നിട്ട് സെൽഫ് സ്ക്രൂ ആണ്. അത് റിട്ടയെടുത്ത് റീപ്പറിനെ മാറ്റിയിട്ട് പിന്നെ ഗ്ലാസ് ഇട്ട് ചെയ്യുന്നു. പക്ഷെ നമ്മൾ മരപ്പണിയെക്കാളും ഭയങ്കര സിമ്പിളാണ്. മറ്റേ ആണിയൊക്കെ തറച്ച് പിന്നെ പേപ്പറൊക്കെ അടിച്ച് പ്ലെയിൻ ചെയ്ത് ഫിനിഷ് ചെയ്യും. ഇതങ്ങനെയൊന്നും ചെയ്യേണ്ട, അവരെല്ലാം കറക്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. നമ്മൾ റീപ്പർ പോലുള്ള സംഭവത്തിനെ എടുക്കുക. ഇതാണ് പാളി, എല്ലാം ബസ്തി പാളിയാണ്. പിന്നെ ഇതിൽ പ്രധാന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ സിമൻറ്റ് അടിഞ്ഞിരിപ്പുണ്ട്. കാരണം ഇവിടെ തേപ്പ് നടന്ന സമയത്ത് പാളിയൊക്കെ ചെയ്തു. അപ്പോൾ ഇതിൽ സിമൻറ്റൊക്കെ അടിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഗ്ലാസ്സിലാവും. 1-2 ഗ്ലാസ് പൊട്ടുകയും ചെയ്യും. അപ്പോൾ സിമൻറ്റെല്ലാം ക്ലീൻ ചെയ്യുന്നു. എന്നിട്ട് ചിലപ്പോൾ ഓൺ സൈഡിലുള്ള റീപ്പർ ഞങ്ങൾ ഇളക്കില്ല. അപ്പോൾ ഗ്ലാസ് കയറിയില്ലെങ്കിൽ മാത്രം അതും കൂടെ ഇളക്കി. ഇത് എന്തായാലും ഗ്ലാസ് കയറുന്നില്ല, ഞാൻ ഇട്ട് നോക്കി. പിന്നെ ഇതിലെ ഈ സെൽഫ് സ്ക്രൂ കറങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടി, പിന്നെ ഇളക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഇളക്കിയെടുക്കും. എന്തായാലും സംഭവം കൊള്ളാം. പക്ഷേ നമ്മളെ മരപ്പണിക്ക് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം കണ്ടു കഴിഞ്ഞാൽ മരമാണെന്നേ പറയൂ. കാരണം ആ രീതിയിൽ നല്ല ഫിനിഷിങ്ങാണ് അവർക്കൊക്കെ. ഡോറൊക്കെ നല്ല പക്കാ ഫിനിഷിങ്ങാണ്. പക്ഷേ ഡോറ് എന്താണ് മെറ്റീരിയൽ എന്നൊന്നും ഒരു പിടിയില്ല. മരത്തിൻ്റെ അതേ സെയിം സംഭവം പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് ഉള്ളിൽ എന്താണെന്ന് അറിയത്തില്ല. ഇഞ്ചസൊക്കെ വേറെ വ്യത്യസ്തമായിട്ടുള്ള ഇഞ്ചസാണ്. ഇത് ഇങ്ങനെ ഈ ജനൽപ്പാളിയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഗേറ്റൊക്കെ ഇടുന്നതുള്ള ഇതിൽ വേറൊരു പാളിച്ചെന്ന് പറഞ്ഞാൽ സംഭവം ഈ പാളി തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് നിഷ്പ്രയാസം പൊക്കിയെടുത്തോണ്ട് പോകും. അതാണ് സംഭവം. അപ്പോൾ ഈ സിമെൻ്റൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് എന്നിട്ടാണ് സംഭവിക്കുക ഗ്ലാസ് ഇട്ട് നമ്മളതിനെ ഫിറ്റ് ചെയ്യുന്നത്. ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഇനി ഈ റീപ്പർ ഓരോന്നായിട്ട്
അതിൽ കണക്ട് ചെയ്തിട്ട് സ്ക്രൂ വെച്ച് ഫിക്സ് ചെയ്യണം. ഞങ്ങൾ 2-3 പേരുണ്ട്. പക്ഷേ ഒരു 50 പാളി ഗ്ലാസ് അറച്ച് ഫിറ്റ് ചെയ്യാൻ ഒരു ദിവസം നമ്മൾ 3 പേരുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ട്, ഏകദേശമൊക്കെ പണി പൂർത്തിയായിട്ടുണ്ട്. ഇത് ഫിക്സ് ചെയ്ത ഉടനെ തന്നെ കൊണ്ടങ്ങ് തൂക്കി വിട്ടാൽ മതി. സംഭവം സിമ്പിളാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മരത്തിന് അത്യാവശ്യം നല്ല പൈസയാണ്. ഇങ്ങനെ ഒരു വലിയ വീട്ടിലേക്ക് മരത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 5 ലക്ഷം രൂപയ്ക്ക് മേളിൽ മരവും പണിക്കൂലിയാവും. ഇത് മൊത്തത്തെല്ലാം കൂടെ ഡോർ, അതിൻ്റെ കട്ടള എല്ലാം ഫുള്ള്, വിൻഡോസ്, പാളിയെല്ലാം ഉൾപ്പെടെ 3 ലക്ഷം രൂപ ആയിട്ടുണ്ട്. അതുകൊണ്ട് വീട്ടുകാരന് ലാഭമാണ്. പിന്നെ ഇതുകൊണ്ട് ഇത് ഇത് ലാസ്റ്റ് ചെയ്യൂ, മരം പോലെ. പിന്നെ ഇടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പാടാണ്. കാരണം ഇത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ മെയിൻ്റനൻസ് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഞാനിത് ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത്. സംഭവം ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുമ്പോഴുള്ള ആ ഒരു രീതിയല്ല, അത് ഇരുമ്പിൽ സാധാ ഒരു, പക്ഷേ ഇത് സംഭവം കൊള്ളും. ഇത് ഞങ്ങൾ ഗ്ലാസ് ഫിറ്റ് ചെയ്തിട്ട് കൊണ്ട് തൂക്കി വിട്ടിരിക്കുന്ന പാളിയാണ്. സംഭവം മരം പോലെ തന്നെയുണ്ട്. ഒരു വെന്റിലേഷൻ്റെ പാളി എന്തായാലും ഫിക്സ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾ കാണിക്കാം. പൊക്കം കുറവായതുകൊണ്ട് എന്തായാലും ഒരു കുതിര എടുത്തേ മതിയാവും. അല്ലാതെ ഇത് ഒറ്റ കൈക്കൊക്കെ ഫിറ്റ് ചെയ്യുന്നത് പാടാണ്. പക്ഷെ ഫിറ്റ് ചെയ്താൽ ഇളക്കിക്കൊണ്ട് പോകാൻ വളരെ സിമ്പിളാണ്. ഷെയ്ഡിലുള്ള പാളിയൊക്കെ പ്രകാശ് ഇങ്ങനെ ഓരോന്നിട്ട് പിടിപ്പിക്കുകയാണ്. അത് പിടിപ്പിക്കുന്നതിൻ്റെ ഇത് ഇപ്പോൾ കാണിച്ചു തരാം. സംഭവം 2 കൊണ്ടിയാണ്. ആ കൊണ്ടിയിൽ നമ്മൾ ഗേറ്റൊക്കെ എടുത്ത് തൂക്കി ഇടുമ്പോഴുള്ള സംഭവം ഇതാണ്. അതിങ്ങനെ സൂക്ഷ്മതയോടെ ഇടാൻ ഇത്തിരി പാടാണ്. അതിൽ 2 ഹോളിലും കറക്റ്റായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പിടിച്ച് താത്താൽ മതി. സംഭവം പാളികൾ ഇറക്കി കൊണ്ടുപോകാൻ നല്ല എളുപ്പം. സംഭവം നമുക്ക് ഇത് ലാസ്റ്റ് പാളിയാണ്. ഇതോടുകൂടി നമ്മുടെ ഇവിടുത്തെ വർക്ക് കഴിയും. അപ്പോൾ വീഡിയോ മാക്സിമം കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത് ഈ കമ്പനിയുടെ പേര് ഞാൻ കാണിച്ചില്ല. അത് ഈ ഡോറിൻ്റെ അവിടെ ഇതിൽ അടിച്ചിട്ടുണ്ട്. ഗെയ്സ് എന്ന് അങ്ങനെ എന്തോ ആണ്, ഗീസ് അങ്ങനെ എന്തോ ആണ് സംഭവം. ഇതാ ഡോർ ക്ലോസ് ചെയ്ത് സംഭവം സെറ്റാണ്. താക്കോലിട്ട് കൂട്ടി, പക്ഷേ താക്കോല് വരുന്നില്ല. വരുന്നില്ല ഗൈസ്, താക്കോല് വരുന്നില്ല. അങ്ങോട്ട് പുറത്താണെങ്കിൽ ഇൻ്റർലോക്കിൻ്റെ ഒക്കെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വർക്ക് എന്തായാലും കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത് പിന്നെ ഇതിൻ്റെ ഉള്ളിലെ ഡോർ, ഇതൊക്കെയാണ് ഡോറൊക്കെ. സംഭവം കണ്ട മരമാണെന്നേ പറയും. സംഭവം കൊള്ളാം. എന്നാലും ഞങ്ങളെ പണി മരത്തിലുള്ള ഒരു സംഭവം ഇവിടെ ഇല്ല. അതാണ് വേറൊരു പ്രത്യേകത. കംപ്ലീറ്റ് ഇരുമ്പുമയം, ഇരുമ്പ് സ്റ്റീൽ എന്നാണ് പറയുന്നത്. ഇരുമ്പായിരിക്കണം, എന്താണെന്നറിയില്ല. ഇതൊക്കെ ആയാലും ഫാബ്രിക്കേഷൻ്റെ വർക്കാണ്. അതിലും ഞങ്ങൾക്ക് തന്നില്ല പണി. അപ്പോൾ കാണാനൊക്കെ നല്ലൊരു പ്രത്യേക ലുക്കാണ്. പാളിയൊക്കെ ഇതാണ്. അപ്പോൾ ഞങ്ങൾക്ക് പോകാനായിട്ട് സമയമായി, നമ്മുടെ വർക്ക് കഴിയും. അപ്പോൾ വീഡിയോ മാക്സിമം കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതാണ് ആ വീടൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇനി ഉടനെ തന്നെ അതിൻ്റെ പാല് കാച്ചൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും
ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ.